തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7 മണിക്ക് യാത്ര ആരംഭിച്ച് ആയൂർ അഞ്ചൽ വഴി പത്തനംതിട്ട എത്തുന്ന 10 മണിക്ക് പത്തനംതിട്ട എത്തുന്ന ബസ്സിലെ ആ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ആ ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുറച്ചധികം യാത്രക്കാരും കൂടി ചേർന്നുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു ഓണാഘോഷമാണിത്. ഈ ഓണാഘോഷത്തിന് വേറിട്ട് ഒരു പ്രത്യേകതയുണ്ട്. അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മിക്കവാറും പേരും ഒരു മിനിമം 1 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ഈ ബസ് യാത്രയിൽ ചെലവഴിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താനായിട്ട് തീരുമാനിച്ചതാണ്. അപ്പം ഈ നമ്മുടെ പത്തനാപുരത്തിൻ്റെ ആ ചുറ്റളവിലുള്ള അതുപോലെ തന്നെ പത്തനാപുരത്ത് തന്നെ ഈ ഡിപ്പോയിൽ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് ജീവനക്കാർക്കും ഞങ്ങളൊരു ഓണ കിറ്റ് നൽകുകയാണ്. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ ഇതിനു മുമ്പും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വളരെ അവസാനമായിട്ടും വളരെ റീസെൻ്റായിട്ടും ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹയാത്രികനായിരുന്ന ഒരാൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനത മൂലം കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇതൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ ഇതിനെ കൂടുതൽ വിപുലപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സംസ്ഥാനത്തിനകത്ത് എവിടെയും ഇങ്ങനെ ഒരു പ്രവർത്തനം കാണാൻ കഴിയില്ല. ഇത് ഒരു മാതൃകയാവട്ടെ, സംസ്ഥാനത്തുടനീളം ഇത് വേവിക്കട്ടെ. അതുകൂടാതെ തന്നെ ഇനി ഒരു സന്തോഷമുള്ള ഒരു ദിവസം എന്നാണ് പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചെടുത്ത് കുടുംബ ബന്ധങ്ങൾ പോലും വലിയ പരസ്പര വിശ്വാസമോ സഹകരണമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ബസ്സിൽ ദീർഘനാളായി സഞ്ചരിച്ചിരിക്കുന്ന ആ ജീവനക്കാരും KSRTCയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്ന ഈ വരുന്ന ജീവനക്കാരുടെ ജീവിതമാണ് ഈ KSRTCയുടെ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുമായിട്ടെല്ലാം ഒരു ഹൃദയബന്ധം പുലർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഒരു സീറ്റിലിരുന്നാൽ പോലും പരസ്പരം സംസാരിക്കാതെ അടുത്ത വീടുകൾ പോലും മതിൽ കെട്ടി അപ്പുറവും ഇപ്പുറവും സംസാരിക്കാത്ത ഈ കാലഘട്ടത്തിൽ ആരെന്നറിയാതെ എന്തെന്നറിയാത്ത ഒരു പറ്റം കുടുംബങ്ങൾക്ക് ഓണത്തിനൊരു സഹായ ഹസ്തവുമായി വന്ന നമ്മുടെ ഈ ബസ് തിരുവനന്തപുരത്ത് കഷ്ടപ്പെട്ട് പരിപാടി ചെയ്തിട്ട് കേട്ടോ.